ഇന്നലത്തെ ക്ലാസ്സിൽ എന്തിനെ പറ്റി പഠിച്ചത്? നമ്മൾ ജസ്റ്റ് എന്താണ് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അല്ലേ, സെക്കൻഡ് ലോനെ പറ്റിയൊക്കെ പഠിച്ചു, തേർഡ് ലോ പഠിച്ചു, ഫസ്റ്റ് ലോ പഠിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് ലോ ഇതെന്താ പറയുന്നത്, എഫ് നെറ്റ്, ടോട്ടൽ എഫ് എക്സ്റ്റേണൽ നെറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അറിയാം അല്ലേ? അപ്പോൾ ചിലപ്പം ചോദ്യങ്ങൾ വളരെ മെയിൻസ് ലെവലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് പി വിത്ത് റെസ്പെക്ട് ടു ടൈം വരും. എന്നിട്ട് പറയും ഫൈൻഡ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 60 + 4 ആണ്, 2 സെക്കൻഡ്സ് ആണെങ്കിൽ 12 + 4 16 കിട്ടും. 16 ന്യൂട്ടൺ ആ ഫോഴ്സ് കിട്ടും. ഇനി നമ്മളോട് ആക്സിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഫോഴ്സിനെ കൊണ്ട് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്ര മാസ് 2, ബിക്കോസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലേഷൻ. സോ ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. അപ്പോൾ 8 എന്താക്കിയാൽ എന്താണ് 8 ആക്സിലേഷനും കിട്ടും. പിന്നെ എന്താണ് നമുക്കൊരു കാര്യം അറിയാം, ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു dp/dt. സോ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ FDT ദാറ്റ് ഈസ് ഈക്വൽ ടു dp. സോ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഫോഴ്സ് ടൈം അവർ തമ്മിലുള്ള ഗ്രാഫ് ഉണ്ടെങ്കിൽ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് എഫക്റ്റീവ് ഏരിയ ദാറ്റ് മീൻസ് A1 - A2, കാരണം ഇവരൊക്കെ എന്താണ് വെക്ടേഴ്സാണ്. അതുകൊണ്ട് ഏരിയ നമ്മൾ പോസിറ്റീവ് മുകളിൽ പോസിറ്റീവും താഴോട്ട് നെഗറ്റീവായിട്ട് എടുക്കണം. ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, പക്ഷേ അത് സ്കെയിലർ ആയതുകൊണ്ട് ഇതൊക്കെ വെക്ടേഴ്സ് ആയതുകൊണ്ട് നമ്മൾ മുകളിൽ A1 - A2 എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആക്ച്വലി കിട്ടാൻ DP ആണ് കിട്ടുക. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ചാപ്റ്റർ പഠിക്കും. അത് ആക്ച്വലി ഇമ്പൾസ് എന്നാണ് നമ്മൾ വിളിക്കാൻ. ഓക്കെ, അതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ച് FBDൻ്റെ കളികൾ നോക്കാം. FBD നമുക്ക് എന്താ ഈ രണ്ട് ബോഡി മാസിൻ്റെ FBD. അപ്പോൾ നമ്മൾ ആദ്യം M1 ചങ്ങായിൻ്റെ M1 FBD നോക്കാം. താഴത്ത് എന്താണ് M1G ഉണ്ട്, എപ്പോഴും നമുക്കറിയാം. പിന്നെ എന്താണ് ഈ പറഞ്ഞ സർഫസ് ഉണ്ട്, ആ സർഫസ് M1 മുകളിൽ കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഞാൻ N സർഫസ് എന്ന് വിളിക്കാം. പിന്നെ ഉള്ളതാ ഈ പറഞ്ഞ M2 എന്ന് പറഞ്ഞ മാസ് ഈ ചങ്ങാതിക്ക് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ. അതിനെന്താ വിളിക്കാൻ നോർമൽ റിയാക്ഷൻ. കാരണം വെച്ചാൽ നമുക്കറിയാം നോർമൽ റിയാക്ഷൻ രണ്ട് ബോഡികൾ അകറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ പറ്റും. സോ M2 എന്ന് പറഞ്ഞാൽ M1 അകറ്റാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഈ ഡയറക്ഷനിലേക്കുള്ളത് നോർമൽ റിയാക്ഷൻ. ഓക്കെ, സോറി ഞാൻ M1 അല്ലേ ഇപ്പം വരച്ചത്. സോ M1 ഇതേ നോർമൽ റിയാക്ഷൻ, ഈ ചങ്ങായിലുള്ള നോർമൽ റിയാക്ഷൻ. ഇനി N' സാർ വിളിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം N' വിളിക്കുക. പിന്നെ എന്താണ് M1 നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. സോ ഇങ്ങോട്ടേക്ക് ഒരു F0 കൂടി ഉണ്ട്, റൈറ്റ് സൈഡിലോട്ടേക്ക് ഒരു F0 ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ F0 ഈസ് ഈക്വൽ ടു N' എന്ന് പറയാൻ പറ്റും. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് M1G ഈസ് ഈക്വൽ ടു N സർഫസ് എന്നും കൂടി പറയാൻ പറ്റും. ഓക്കെ ഫൈൻ. ഇന്നെന്താണ് M2യുടെ മുകളിലുള്ള എന്തൊക്കെ പരിപാടികളാണ്? M2യുടെ മുകളിൽ എന്തുണ്ട്? താഴോട്ടേക്ക് M2G എപ്പോഴും ഉണ്ടാവുന്ന പോലെ M2G ഉണ്ട്. മുകളിലോട്ടേക്ക് എന്താണ് സർഫസിൻ്റെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, സർഫസ്. പക്ഷേ ഈ സർഫസിൻ്റെ നോർമൽ റിയാക്ഷൻ ഈ സർഫസിൻ്റെ നോർമൽ റിയാക്ഷൻ സെയിം ആണെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമായിരിക്കും, അത് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ M2യുടെ മാസ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും സർഫസിൻ്റെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വെർട്ടിക്കൽ രീതിയിൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അർത്ഥം മുകളിലുള്ള ഫോഴ്സ് താഴെയുള്ള ഫോഴ്സ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് M2G is equal to N surface. So M2 is greater than M1. That means N surface in the M2 that is also greater than N surface in the M1 എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഉദ്ദേശിച്ചത്. ഇനി M1 ക്രിയേറ്റ് ചെയ്യുന്ന ആ നോർമൽ റിയാക്ഷൻ നമ്മൾ M2 M1ൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ആ നോർമൽ റിയാക്ഷൻ നമ്മൾ M1 ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ഇത്ര N' ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ പെയർസ് ഇപ്പം M2 M1ൻ്റെ മുകളിൽ കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് M2 M1ൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ M1 M2യുടെ മുകളിൽ ഫോഴ്സ് കൊടുക്കണ്ടേ, അതാണ് നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ. സോ സെയിം N' ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പിന്നെ എന്താണുള്ളത്? പിന്നെ ഈ വോൾ ഇവൻ്റെ മുകളിൽ കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ, അതിന് നമുക്ക് എന്താ വിളിക്കുക N വോൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ കഴിഞ്ഞു. പിന്നെ എന്താ കുറച്ച് 2-3 ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ എന്താണ് താഴോട്ടേക്ക് MG ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നോർമൽ ആയിട്ട് വേണം, അപ്പോൾ ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഇങ്ങനെ ഉണ്ട്, അത്ര കഴിഞ്ഞു. പിന്നെ എന്താണ് ഇവിടെ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നത്, അപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് നോർമൽ റിയാക്ഷൻ, ഇങ്ങോട്ടാകുമ്പോൾ ഇങ്ങോട്ടൊരു നോർമൽ റിയാക്ഷൻ, താഴോട്ടേക്ക് MG. ഈ ബോഡിയിലാണെങ്കിൽ താഴോട്ടേക്ക് MG, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു നോർമൽ റിയാക്ഷൻ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഫോഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഏത് പോയിന്റിലായാലും. അത് നമ്മൾ റൊട്ടേഷനിൽ വരുമ്പോഴാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അങ്ങനെ എഴുതാം, ഒക്കെ എഴുതാം, കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിലോ ഇവിടെ കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടൊരു നോർമൽ റിയാക്ഷൻ സാർ കാണിച്ചു പോലെ തന്നെ, പിന്നെ ഇങ്ങോട്ടൊരു നോർമൽ റിയാക്ഷൻ. സംശയമുണ്ട്, ഞാൻ ഇങ്ങനെ വരച്ചാൽ സെയിം ആണോ? സെയിം തന്നെയാണ് ബ്രോ. ഇതിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഒരു വെക്ടറിന് ഞാൻ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തെന്നല്ലേ ഉള്ളൂ, വലിയ വ്യത്യാസം എന്താ? പിന്നെ താഴോട്ടേക്ക് സെൻറ്റർ ഓഫ് മാസും താഴോട്ടേക്കുള്ള MG എപ്പോഴും സെൻറ്റർ ഓഫ് മാസ് എന്നായിരിക്കും ആക്ട് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ എന്താ നമ്മൾ കയറമ്മയിലൊരു കെട്ടിയിട്ടുണ്ട്, കയറമ്മയിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ വ്യത്യാസം? ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാവും. ഇനി ടെൻഷൻ എങ്ങോട്ടേക്കാണ്? ഞാൻ പറഞ്ഞു ടെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡീസിനെ എപ്പോഴും അടുപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഇവിടെയുള്ള രണ്ട് ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് റൂഫ്, ഒന്ന് ബോൾ. ഇപ്പോൾ രണ്ട് ബോളിനെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ മുകളിലോട്ടേക്കായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ് M1ൻ്റെ മുകളിലുള്ള ഇത് നോക്കാം.
എന്തൊക്കെയാണുള്ളത്? M1ൻ്റെ മുകളിൽ താഴോട്ടേക്ക് എന്തുണ്ട്? എപ്പോഴും ഉള്ള പോലെ M1G ഉണ്ട്. അത് എവിടെ നിന്നാണ്? സെൻറ്റർ ഓഫ് മാസ് എന്നാണ് വരാൻ. പിന്നെന്താണ്? പിന്നെ ഈ പറഞ്ഞ റോഡ് ഉണ്ടല്ലോ, റോഡ് ഇയാളുടെ മുകളിൽ കാണിക്കുന്ന ഫോഴ്സ് ഉണ്ട്. അതിനെ ഞാൻ N റോഡ് എന്ന് വിളിക്കാം. എന്ത്? നോർമൽ റിയാക്ഷൻ, ബിക്കോസ് ദേ ആർ ഇൻ കോണ്ടാക്ട്. പിന്നെ വോള് കാരണമുള്ള നോർമൽ റിയാക്ഷൻ ഉണ്ട്, അതിന് ഞാൻ N വോൾ എന്ന് വിളിക്കാം. പിന്നെ എന്താണ്? അടിയിലത്തെ സംഭവം കാണാനുള്ള നോർമൽ റിയാക്ഷൻ ഉണ്ട്, N സർഫസ് ആണെന്ന് വിളിക്കുക, ബിക്കോസ് ഇതൊക്കെ കോണ്ടാക്റ്റിലുള്ളതുകൊണ്ട്. ഓക്കെ, അത് വരച്ചു. ഫൈൻ. ഇനി അടുത്തെന്താണ്? ഈ പറഞ്ഞ റോഡിൻ്റെ മുകളിൽ എന്താണ് ഉള്ളതെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ? റോഡിൻ്റെ മുകളിൽ ഒന്ന് റോഡ് നിലത്ത് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലോട്ടേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, അത് ഞാൻ N സർഫസ് എന്ന് വിളിക്കാം. രണ്ടും ഒരു N സർഫസ് അല്ല കേട്ടോ, വേറെ കാര്യം. പിന്നെ എന്താ ഉള്ളത്? റോഡും ഈ പറഞ്ഞ ബോളും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടൊരു ഇതുണ്ട്, ഫോഴ്സ് ഉണ്ട്. അതാണ് സാർ ഇവിടെ N ഡണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ N ഡണ്ടാന്ന് തന്നെ വിളിക്കാം. ഏതായാലും N റോഡ് തന്നെ വിളിക്കാം, അതായത് ലാഭം. N റോഡ് എന്ന് വിളിക്കാം. പിന്നെ എന്താ ഉള്ളത്? നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ശരി, ഈ N റോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പോവാണ്? അതിനെ പറയാം, കോമ്പനൻസ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് റൈറ്റ് സൈഡിലോട്ടേക്ക് പോകേണ്ടതല്ലേ അല്ലേ? കാരണം ഒരു കോമ്പൗണ്ട് റൈറ്റ് സൈഡിലോട്ടേക്ക്, അപ്പോൾ ഒരു കോമ്പൗണ്ട് ആക്ച്വലി പോകേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ റോഡ് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ തെറിച്ച് പോകേണ്ടതല്ലേ? ഡൗട്ട് ഉണ്ട്. കാരണം ഫോഴ്സ് പ്രകാരം അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പക്ഷേ ആക്ച്വലി പോകുന്നില്ല, ഇക്വലിബ്രിയത്തിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതേപോലത്തെ ഒരു ഫോഴ്സ് ഉണ്ട്, എന്നാൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഈക്വലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു ആക്ച്വൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് നമ്മൾ കുറച്ചായിട്ട് ചാപ്റ്റർ പഠിക്കാൻ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അത് കാരണമാണ് ഈ പറഞ്ഞ റോഡ് അവിടെ തന്നെ നിൽക്കുന്നത്. ഓക്കെ, ശരി. പിന്നെന്താ? ഈ 3 പാർട്ടിക്കിൾസിൻ്റെ മുകളിലുള്ളത് വളരെ സിമ്പിളാണ്. M1ൻ്റെ മുകളിൽ ഒന്ന് താഴോട്ട് M1G ഉണ്ട്. പിന്നെ മുകളിലോട്ടേക്ക് ഇയാൾ ഉണ്ടാക്കുന്ന നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. പിന്നെ അത് ഇങ്ങനെ ഓരോന്നും ഉണ്ട്. സിമ്പിളായി, വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കാൻ പറ്റും. ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ പറയും താഴോട്ടേക്ക് എന്താണുള്ളത്? M1 + M2 + M3G ഉണ്ട്. മുകളിലോട്ടേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, അതേതാണ്? N സർഫസ്, N ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെ കണക്കാക്കാൻ പറ്റും, ഒരു സിസ്റ്റമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടെൻഷൻ റിലേറ്റഡ് ഫ്രീ ബോഡി ഡയഗ്രാംസ് നോക്കാം. അപ്പോൾ ഒന്നാമത് ഇയാളുടെ മുകളിൽ എന്തൊക്കെയുണ്ട്? ഈ ബോഡീൻ്റെ മുകളിൽ താഴോട്ടേക്ക് എന്തുണ്ട്? MG ഉണ്ട്. പിന്നെ ടെൻഷൻസ് രണ്ട് ബോഡിനെ ഒരുമിപ്പിക്കാൻ നോക്കുന്നു. സോ ടെൻഷൻ മുകളിലോട്ടേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ തന്നിട്ടുള്ള നോക്കിയൊക്കെ റീഡിങ് 100 ന്യൂട്ടൺ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തന്നിട്ടുള്ള സ്പ്രിംഗ് ബാലൻസ് കേട്ടോ. സ്പ്രിംഗ് ബാലൻസിൻ്റെ മുകളിൽ സ്പ്രിംഗ് ബാലൻസ് എന്താണ് അളക്കാൻ? സ്പ്രിംഗ് ബാലൻസ് ആക്ച്വലി ടെൻഷനാണ് അളക്കുക എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് ഈ 10 കിലോഗ്രാം സാധനത്തിൻ്റെ മുകളിൽ എന്തുണ്ട്? 10 കിലോഗ്രാം അല്ല, എത്ര ഉണ്ട്? അപ്പോൾ MG എത്ര ഉണ്ട്? 100. ബിക്കോസ് 10 × 10 100. അപ്പോൾ 10 × 10 ആണ്. ഓക്കെ, ശരി. ഇനി മുകളിലോട്ട് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ആ ടെൻഷൻ എത്ര ഉണ്ടാവേണ്ടത്? ഇക്വിലിബ്രിയത്തിൽ ആയതുകൊണ്ട് വി കൺ സേ ടെൻഷൻ ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. സ്പ്രിംഗ് ബാലൻസ് ചിലപ്പോൾ 100 ന്യൂട്ടൺ എന്ന് കാണിക്കണം എന്നില്ല. സ്പ്രിംഗ് ബാലൻസ് പറയും 10 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയും. 10 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കാര്യം അറിയാം, ഒരു കിലോഗ്രാമിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് 10 ന്യൂട്ടൺ ആണ്. 10 കിലോഗ്രാമിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ. ആ രീതിയിലാണ്. അപ്പോൾ 100 ന്യൂട്ടൺ എന്ന് തന്നെ കാണിക്കണം എന്നില്ല സ്പ്രിംഗ് ബാലൻസിന്. മേ ബി 10 കിലോഗ്രാം വെയിറ്റ് എന്ന രീതിയിലും കാണിക്കാം. ഇനി ഇയാളുടെ മുകളിൽ ഇതൊരു മാസ്ലെസ് സ്പ്രിംഗ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരി, എന്താണ് ചെയ്യേണ്ടത്? 20 കിലോഗ്രാം. ഇയാളുടെ മുകളിലുള്ള എന്തൊക്കെയാണുള്ളത്? ഒന്ന് 200 ന്യൂട്ടൺ, 20 × 10. മുകളിലോട്ടേക്ക് ആളുടെ ടെൻഷൻ ഉണ്ട്. സോ എനിക്ക് പറയാൻ പറ്റും ടെൻഷൻ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 200, ബിക്കോസ് ഇയാൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി ഇയാളുടെ മുകളിൽ എന്തൊക്കെയുണ്ട്? ഇയാളുടെ മുകളിൽ 10 കിലോഗ്രാം ബോഡീൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ട് നോക്കാം. 10 കിലോഗ്രാം ബോഡീൻ്റെ മുകളിൽ താഴോട്ടേക്ക് ഒരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ T1 തന്നെയല്ല, ബിക്കോസ് മാസ്ലെസ് ആണ്. ഇതിപ്പം ഇവിടെ T1 ഉണ്ടെങ്കിൽ താഴോട്ടേക്കും T1 തന്നെ. മാസ്ലെസ് സ്ട്രിങ് ആയതുകൊണ്ട് രണ്ട് ഭാഗത്തുള്ള ടെൻഷൻ സെയിം ആകും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡീറ്റെയിൽ ആയിട്ട്. ബിക്കോസ് ഇവിടെ എന്താണ് ഈ പറഞ്ഞ ബോഡി അല്ല പറയാം, ഈ പറഞ്ഞ സ്ട്രിങ് ഈ പറഞ്ഞ ബോഡിൻ്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ബോഡി സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കും. അങ്ങനെ ടെൻഷൻ ഈ പറഞ്ഞ കയറിൻ്റെ മുകളിലുള്ള ടെൻഷൻ നമ്മൾ കണ്ടെത്തും. അങ്ങനെ ടെൻഷന് ഓപ്പോസിറ്റ് ഈക്വൽ റിയാക്ഷൻ പെയർസ് എന്ന രീതിയിലാണ് കാണിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അത് പോട്ടെ. ഏതായാലും താഴോട്ടേക്ക് T1 ഉണ്ട്. താഴോട്ടേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓഫ്കോഴ്സ് MG ഉണ്ട്, മറന്നുപോയാ. 100 ഉണ്ട്. പിന്നെ മുകളിലോട്ടേക്ക് എന്താ? T2 ഉണ്ട്, വേറെ സ്ട്രിങ്ങാണ് T2. അപ്പോൾ നമുക്ക് പറയാം T2 is equal to T1 + 100 എന്ന് പറയാൻ പറ്റും. ഇനി T1ൻ്റെ വാല്യൂ അതിപ്പോൾ ഞാൻ കണ്ടെത്തി 200 ആണ്. സോ T2 is equal to 200 + 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 എന്ന് പറയാൻ പറ്റും. ഫൈൻ. ഇനി ഇത് കണ്ടെത്തേണ്ട വേറൊരു മെത്തേഡും കൂടിയുണ്ട്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്കില്ല ഒരു സിസ്റ്റം എന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഇപ്പം 100 താഴോട്ട് 100 മുകളിലോട്ടേക്ക് ടെൻഷൻ 100.
ഇനി ഞാൻ പറയുകയാണ് 20 കിലോഗ്രാമിൻ്റെ മുകളിലുള്ള ടെൻഷൻ, ഈ പറഞ്ഞ ടെൻഷൻ എത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഓക്കെ ഫൈൻ, താഴോട്ടേക്ക് 200 ആണ്, അപ്പോൾ മുകളിലോട്ടേക്ക് ടെൻഷൻ 200 ആണ്, ഈ ടെൻഷൻ 200. ഇനി 10 കിലോഗ്രാമിൻ്റെ മുകളിൽ ഞാൻ 2 ഇക്വേഷൻ എഴുതാണ്ട് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഡൗട്ട് ഉണ്ടാവില്ല. 10 കിലോഗ്രാം ഈ ടെൻഷൻ എങ്ങനെയാണ് നടത്താൻ, ഒന്നാമത്തെ കാര്യം 10 കിലോഗ്രാം ബ്ലോക്ക് അങ്ങനെ പിടിച്ചു വെക്കുക, അല്ല 10 കിലോഗ്രാം ബ്ലോക്കിൻ്റെ മുകളിൽ ഒന്ന് കയറിനെ പിടിക്കുക. ഓക്കെ ശരി, ആ കയറിൻ്റെ താഴോട്ടേക്ക് എന്തൊക്കെ മാസ് ഉണ്ട്, ഒന്ന് ഒരു 10 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്, പിന്നെ എന്താ താഴോട്ട് ഒരു 20 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട്, 30 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്. പിന്നെ കയറിന് വെയിറ്റ് ഒന്നുമില്ല, ഓക്കെ, അതുകൊണ്ട് അത് കൂട്ടുന്നില്ല. അപ്പോൾ 30 കിലോഗ്രാം ബ്ലോക്ക് ആണെങ്കിൽ ടോട്ടൽ 300 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ മുകളിലോട്ടേക്ക് ഇവിടെ ടെൻഷൻ എത്ര ആണ്, സ്വാഭാവികമായിട്ടും 300 ന്യൂട്ടൺ ആണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി, അല്ലാണ്ട് 2 ഇക്വേഷൻ ഇതുപോലെ എഴുതിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇയാളുടെ ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇയാളുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പിടിക്കാം. ടോട്ടൽ എത്ര ഉണ്ട്, 50 50 10 60. അപ്പോൾ 60 കിലോഗ്രാം താഴോട്ടേക്ക് ഉണ്ട്. ഓക്കെ, 60 കിലോഗ്രാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 600 ന്യൂട്ടൺ കഴിഞ്ഞു. ഇനി ഇവിടെ ആണെങ്കിലോ താഴോട്ടേക്ക് എത്ര ഉണ്ട്, 20 30 50, സോ 500 ന്യൂട്ടൺ. ഇവിടെ ആണെങ്കിലോ ആകെ ഒരു 30 കിലോഗ്രാമേ ഉള്ളൂ. 30 കിലോഗ്രാം അടിയിലോട്ടേക്ക് 300 ആയിട്ട് മുകളിലോട്ടേക്ക് 300 ഡൺ. ഓക്കെ, പിന്നെ ഇവിടെ ഈ പറഞ്ഞ ഇങ്ങനെ ഓരോ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. ഡയഗ്രാംസ് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പറഞ്ഞ ഈ ഭാഗത്ത് ഈ ടെൻഷൻ ഈ ഡയറക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ ഇത് മുകളിലോട്ടേക്ക് ടെൻഷൻ ആ ടെൻഷൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഈ രീതിയിൽ ആരോസ് അത് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഡൗട്ട് ആവാൻ എടുക്കാൻ വേണ്ടിയിട്ട് സാർ പറഞ്ഞു തന്നെയാണ്. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒരു കാര്യം മറന്നുപോയി, നമ്മളില്ലേ നമ്മളോട് ചോദിക്കും എന്താണ് വെയിങ് മെഷീനിൽ കാണിക്കുന്ന റീഡിങ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, വെയിങ് മെഷീൻ്റെ റീഡിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്, ജസ്റ്റ് നോർമൽ റിയാക്ഷൻ ഉണ്ടാവില്ല, അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ നമ്മളോട് ചോദിക്കും സ്പ്രിംഗ് ബാലൻസിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന റീഡിങ്, സ്പ്രിംഗ് ബാലൻസിൻ്റെ മുകളിലുള്ള റീഡിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ജസ്റ്റ് ആ ടെൻഷൻ ഉണ്ടല്ലോ, ആ ഒരു സ്പ്രിംഗ് ബാലൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ത്രെഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് ആയിട്ട് ഉണ്ടാകുന്ന ആ ടെൻഷൻ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ വാല്യൂ ആയിരിക്കും സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കുന്ന റീഡിങ്. ഈ രണ്ട് ഇൻഫർമേഷൻ സാർ സ്പെഷ്യലി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. മാസ്ലെസ് സ്ട്രിങ്, ഓക്കെ, മാസ്ലെസ് സ്ട്രിങ്ങിന് ടെൻഷൻ എപ്പോഴും സെയിം ആയിരിക്കും എന്നുള്ള കേസ് എന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഒരു സ്ട്രിങ് ഇവിടെ മാസ്ലെസ്, അപ്പോൾ ഈ ടെൻഷൻ തന്നെയാണ് ഈ ടെൻഷൻ, ബിക്കോസ് ഇത് മാസ്ലെസ് ആയതുകൊണ്ട് ഫൈൻ, അത് കറക്റ്റാണെന്ന് വിചാരിക്കും. ഫൈൻ, തൽക്കാലം കറക്റ്റാണ് വിചാരിക്കാം. അടുത്തത് മാസ് സ്ട്രിങ്ങിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെൻഷനാണ്. ഓക്കെ, അതും നോക്കാം. പിന്നെ ഓരോന്നും മാസുള്ള സ്ട്രിങ്ങിന് എപ്പോഴും ടെൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, അതും നമുക്ക് നോക്കാം. മാസുള്ള സ്ട്രിങ്ങിന് എപ്പോഴും ടെൻഷൻ സെയിം ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റാണ്. എപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല, ഇത് എന്തും ആവാം, ചിലപ്പോൾ ഇങ്ങനെ ആവാം, ചിലപ്പോൾ അങ്ങനെ ആവാണ്ട്, അതൊക്കെ സ്ട്രിങ്ങിനെ സംബന്ധിച്ചിരിക്കും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും തെറ്റുന്നു. നമുക്ക് ചില ഡൗട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ലെസ് ആയിട്ടുള്ള സ്ട്രിങ്ങിൽ എപ്പോഴും ടെൻഷൻ സെയിം ആണെന്നുള്ള കാര്യം, അത് ചിലപ്പം ടെൻഷൻ ഡിഫറെൻ്റ് ആവാം. ഇവിടെ നോക്കിയോ, ഇവിടെ ഒരു സ്ട്രിങ് വന്നിട്ടുണ്ട്, ഒറ്റ സ്ട്രിങ്ങേ ഉള്ളൂ, ഈ സ്ട്രിങ് മാസ്ലെസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഫൈൻ, അങ്ങനെ ആവുന്ന സമയത്ത് ആക്ച്വലി മാസ്ലെസ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ കിട്ടൂല, അല്ല ആകെ ഒരു മിനിമം ഒരു ചെറിയ നീഡൽ എന്താണ് ഒരു ത്രെഡ് പോലത്തെ സാധനമാണെങ്കിൽ പോലും അതിന് 1 ഗ്രാമെങ്കിലും ഉണ്ടാവും, 1 ഗ്രാമിന് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവുണ്ടാവും അറ്റ്ലീസ്റ്റ്. അങ്ങനെ ആകുമ്പോൾ 1 ഗ്രാമെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പറയണം ഓരോ പോയിന്റിലുള്ള ടെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെൻഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫൈൻ, എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ടേക്ക് എന്തുണ്ട്, ആകെ ഒരു 10 കിലോഗ്രാം ഉണ്ട്, വേറൊന്നുമില്ല. മുകളിലോട്ടേക്ക് അപ്പോൾ ഇവിടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 100 ന്യൂട്ടൺ. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തൊക്കെയാണ് ഉള്ളത്, താഴോട്ടേക്ക് എന്തൊക്കെയാണ് ഉള്ളത്, താഴോട്ടേക്ക് ഒന്ന് ഇയാളുടെ ഇത് കറക്റ്റ് ബി എന്ന് പറഞ്ഞാൽ എയുടെയും സിയുടെയും എയുടെയും നടുക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്കി ഈ പറഞ്ഞ സ്ട്രിങ്ങിന് എത്രയാണ് വെയിറ്റ്, ദാറ്റ് ഇസ് 0.5 ഗ്രാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 0.5 1ൻ്റെ പകുതി, ബിക്കോസ് പകുതി ആയതുകൊണ്ട് പകുതി ത്രെഡ് ആയതുകൊണ്ട് 0.5 ഗ്രാം. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്, 10 കിലോഗ്രാമിൻ്റെ ബ്ലോക്ക് ഉണ്ട്. സോ താഴോട്ടേക്ക് എന്താ ഉള്ളത്, 0.5 കിലോഗ്രാം അല്ല ഗ്രാം, അത് വെച്ചാൽ 0.5 by 1000, ദാറ്റ് മീൻസ് 5/10,000, ദാറ്റ് മീൻസ് 0.0005 ഗ്രാംസ് എന്തുണ്ട് പ്ലസ് 10 കിലോഗ്രാം എന്തുണ്ട് താഴോട്ടേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ 10 ചെയ്യാം, അത്രയും ന്യൂട്ടൺ താഴോട്ടേക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സാധനം നമുക്ക് ഏകദേശം നിഗ്ലക്റ്റ് ചെയ്തുകൂടെ. അപ്പോൾ താഴോട്ടേക്ക് ആകെ ഒരു 10 കിലോഗ്രാം ബ്ലോക്ക് മാത്രമേ ഉള്ളൂ, ബിക്കോസ് അത് മാസ്ലെസ് എന്ന് നമ്മൾ വേണമെങ്കിൽ 1 കിലോഗ്രാം വളരെ ചെറിയ വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് 100 ന്യൂട്ടൺ, മുകളിലോട്ടേക്ക് 100 ന്യൂട്ടൺ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ഇനി മുകളിലത്തെ പോയിന്റിലാണെങ്കിലോ താഴോട്ടേക്ക് 10 ന്യൂട്ടൺ ഉണ്ട്, 10 ന്യൂട്ടൺ അല്ല 100 ന്യൂട്ടൺ ഉണ്ട്, മുകളിലോട്ടേക്ക് 100 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ ടെൻഷൻ, അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ ഭാഗത്തേക്കും ഒരേ ടെൻഷനാണ് ഒരു മാസ്ലെസ് ആയ സ്ട്രിങ്ങിൽ. ഇനി ഇതേ മാസ്ലെസ് ആയ സ്ട്രിങ്ങിൽ നമുക്ക് വേറൊരു കാര്യം നോക്കി നോക്കാം അല്ലേ. ഇനി അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു മാസുള്ള സ്ട്രിങ് ആണ് എടുക്കാൻ പോകുന്നത്, അത്യാവശ്യം ഒരു മാസുള്ള സ്ട്രിങ് ആണ്. അപ്പോൾ അതിനെന്താ 10 കിലോഗ്രാം മാസ് ഉണ്ട്. ശരി ഫൈൻ, അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ 10 കിലോഗ്രാം താഴോട്ടേക്ക് ഉണ്ട്. ഈ പോയിന്റിൽ എന്താ 10 കിലോഗ്രാം, അപ്പോൾ താഴോട്ടേക്ക് എത്ര ഉണ്ട്, 100 ന്യൂട്ടൺ ഉണ്ട് mg കാരണം
മുകളിലോട്ടേക്ക് അപ്പം എന്ത് സ്ട്രിങ് ടെൻഷൻ എത്ര ആയിരിക്കും? സ്വാഭാവികമായിട്ടും അത് 100 ന്യൂട്ടൺ ആണ്. ബിക്കോസ് ഇയാൾ ഇക്വിലിബ്രിയത്തിലാണ്. ഫൈൻ. ഇനി അങ്ങനെ ആവുന്ന സമയത്ത് അടുത്തത് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ താഴോട്ടേക്ക് 100 കിലോഗ്രാം ഉണ്ട്, 10 കിലോഗ്രാംസ് ഉണ്ട്. പോരായിട്ട് ടോട്ടൽ 10 കിലോഗ്രാം ആണ്, ഇവിടെ 5 കിലോഗ്രാം. സോ 10 + 5 ദാറ്റ് ഈസ് 15 കിലോഗ്രാംസ് ഉണ്ട്. ദാറ്റ് മീൻസ് താഴോട്ടേക്ക് 150 ന്യൂട്ടൺ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ സ്ട്രിങ്ങിനാണെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ മുകളിലുള്ള ഫോഴ്സും മുകളിലുള്ള ടെൻഷൻ ഫോഴ്സും എന്താ സ്വാഭാവികമായിട്ടും 150 ന്യൂട്ടൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ 150 ന്യൂട്ടൺ ഈ പോയിന്റിലാണ് മുകളിലുള്ള സീലുള്ള പോയിന്റ്. ടോട്ടൽ താഴോട്ടേക്ക് 10 കിലോഗ്രാം എന്താണ് സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് ഉണ്ട്. പോരായിട്ട് 10 കിലോഗ്രാം ഒരു ബ്ലോക്കും വെച്ചിട്ടുണ്ട്. സോ ടോട്ടൽ 20 കിലോഗ്രാം. സോ 200 ന്യൂട്ടൺ താഴോട്ടേക്ക്. ആൻഡ് ഈ പോയിന്റ് എന്താണ് ഇക്വിലിബ്രിയത്തായതുകൊണ്ട് മുകളിലോട്ടേക്കുള്ള ടെൻഷനും സെയിം വാല്യൂ തന്നെയായിരിക്കും. സോ താഴോട്ടേക്ക് 200 ആണെങ്കിൽ മുകളിലോട്ടേക്ക് 200. സോ ഈ പോയിന്റ് ടെൻഷൻ 200 ന്യൂട്ടൺ ആണ്. അപ്പോൾ നോക്കി നോക്ക്, മാസ് ഉള്ള ഒരു സ്ട്രിങ്ങിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെൻഷൻ വരുന്നുണ്ട്. അങ്ങനത്തെ കേസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു വേറെ കേസ് നോക്കാം. ഇവിടെ മാസ്ലെസ് ആയിട്ടുള്ള സ്ട്രിങ് ആണ്. ഓക്കെ, ഒറ്റ സ്ട്രിങ്ങേ ഉള്ളൂ. ഇവിടെ എന്താണ് ഒരു വ്യക്തി നിന്നിട്ടുണ്ട്. ആ വ്യക്തി എന്താണ് 150 കിലോഗ്രാം ആണോ? ചങ്ങായിൻ്റെ എത്ര വെയിറ്റ് ഉള്ള ആളാണ്? പോട്ടെ, നല്ലൊരു വെയിറ്റ് ഉള്ള ആളാണ്. 150 കിലോഗ്രാം അയാൾക്കുണ്ട്. ഓക്കെ, അയാളുടെ എം ജി എത്രയാണ്? സ്വാഭാവികമായിട്ടും 150. ഓക്കെ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ആകുമ്പോൾ മുകളിലോട്ടേക്ക് ഇയാൾ അടിയിലോട്ടേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ അയാൾ അടിയിലേക്ക് വിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ടെൻഷൻ എപ്പോഴും 2 ബോഡികൾ അടുപ്പിക്കാൻ നോക്കും. അപ്പോൾ ഈ ബോഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനാണ് മുകളിലോട്ടേക്കുള്ളത്. ബിക്കോസ് ഇയാൾ ഇക്വിലിബ്രിയത്തിലാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 1500 കിലോഗ്രാം മുകളിലോട്ടേക്ക് ഉണ്ടാവും. ഇനി അതൊരു ടെൻഷൻ 1200 കിലോഗ്രാം, 500 കിലോഗ്രാം ഒരു ടെൻഷൻ. പിന്നെ ഇയാളുടെ മുകളിൽ ഓക്കെ, ഇയാളുടെ മുകളിലുണ്ട് എന്താ താഴോട്ടേക്ക് എത്ര ഉണ്ട്? 50 കിലോഗ്രാം ഉണ്ട്. പോരാണ്ട് ഈ ചങ്ങാതി കൂടി ഉണ്ടല്ലേ, ഏത് നമ്മുടെ 150 കിലോഗ്രാം വ്യക്തിയും കൂടി ഉണ്ട്. സോ അയാൾ 150 + 50 200 കിലോഗ്രാം താഴോട്ടേക്ക്. സോ 200 ന്യൂട്ടൺ ഉണ്ട്. 200 ന്യൂട്ടൺ ഉണ്ടെങ്കിൽ പ്രോബബ്ലി 2000 ന്യൂട്ടൺ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇവിടെ ടെൻഷൻ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഇൻറ്റേർണൽ ഫോഴ്സസ്. നമ്മൾ എന്ത് ചെയ്ത് ഒരു സിസ്റ്റമായിട്ട് രീതിയിൽ ചിന്തിച്ചു, ഒരു ഒറ്റ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് കേസ് കാണിച്ചു തരാം. ഈ കേസൊക്കെ നമ്മളിതെങ്ങനെയാണ് പറഞ്ഞത്? താഴോട്ടേക്ക് നമ്മൾ ജസ്റ്റ് 10 കിലോഗ്രാം. അപ്പോൾ ഇവിടെ മുകളിലുള്ള കേസ് നമുക്ക് ഓരോ ടെൻഷൻ ഇവിടെ നിന്നുള്ള ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ ബോഡീസിലുള്ളയും FBD അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ജസ്റ്റ് ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കാം. മുകളിൽ പിടിക്കുക, ഇവിടെ ഏറ്റവും പിടിക്കുക. അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 10, 20, ഇപ്പോൾ ടോട്ടൽ എത്ര 660 കിട്ടും. അപ്പോൾ 600 ഇവിടെ താഴോട്ടുണ്ട് എന്നുള്ള കേസ്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഇവിടെയും കണക്ക് കൂട്ടുന്നത്. ഓക്കെ, എവിടെ പോയി? ഇവിടെ ആ രീതിയിൽ തന്നെ. അപ്പോൾ 50 + 150 200 കിലോഗ്രാം താഴോട്ടുണ്ട്. സോ 200 ന്യൂട്ടൺ അല്ല 2000 ന്യൂട്ടൺ താഴോട്ടുണ്ട്. അപ്പം മുകളിലോട്ടുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ 2000 ടെൻഷനാണ്. അപ്പോൾ നോക്ക് ഒരു സ്ട്രിങ്ങിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെൻഷൻസ്, ഒരേ സ്ട്രിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ടെൻഷൻസ് പോരാനായിട്ട് ഇത് മാസ്ലെസ്സും കൂടിയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുക അല്ലേ? അപ്പം മാസ്ലെസ് ആയിട്ടുള്ള സ്ട്രിങ്ങിൽ എപ്പോഴും സെയിം ടെൻഷൻ എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായിരിക്കുമല്ലോ. ആണ്. ഇനി ഒരു മാസുള്ള ഒരു ഇതുണ്ട് ടെൻഷന്. മാസുള്ള ടെൻഷനല്ല, മാസുള്ളൊരു സ്ട്രിങ് ഉണ്ട്. മാസുള്ള സ്ട്രിങ്ങിലാണെങ്കിൽ നമ്മൾ പറയുമോ എപ്പോഴും ഡിഫറെൻറ്റ് ടെൻഷനാന്ന് പറയാൻ പറ്റും. നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം എഫ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈക്വിലിബ്രിയത്തിനാണുള്ളത്, റെസ്റ്റിനാണുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫൈൻ. എന്നാൽ നോക്കിക്കോ, ഈ പറഞ്ഞ പോയിന്റ് ചിന്തിക്കുക. ഈ പറഞ്ഞ നീല പോയിന്റ്, സാറ് കൊടുത്ത നീല പോയിന്റ്, ആ നീല പോയിന്റിലുള്ള എന്ത് വരക്കാം? ഫ്രീ ബോഡി ഡയഗ്രാം. റൈറ്റോട്ടേക്ക് എഫ് ഉണ്ട്, ശരി. ലെഫ്റ്റോട്ടേക്ക് ആ പറഞ്ഞ നീല പോയിന്റ് സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ലെഫ്റ്റോട്ടേക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു എന്ത് വേണം? ഒരു ടെൻഷൻ വേണം. അപ്പോൾ ആ ടെൻഷൻ ആരാണ് അപ്ലൈ ചെയ്യുന്നത്? ബാക്കിയുള്ള പോർഷൻ, ഈ പറഞ്ഞ നീല പോയിന്റ് അല്ലാണ്ടുള്ള ബാക്കിയുള്ള ഈ പറഞ്ഞ സ്ട്രിങ് ഉണ്ടല്ലോ, ആ സ്ട്രിങ് ആണ് അപ്ലൈ ചെയ്യുന്ന ടെൻഷൻ. സോ ദാറ്റ് മീൻസ് ഈ ടെൻഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ്. കറക്റ്റായി കിട്ടി. ബിക്കോസ് ഈ പറഞ്ഞ നീല പോയിന്റ് റെസ്റ്റിലാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് ഈ പറഞ്ഞ പിങ്ക് പോയിന്റിൽ FBD നോക്കാം. ലെഫ്റ്റോട്ടേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞ പിങ്ക് പോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് കംപ്ലീറ്റ് സ്ട്രിങ് റെസ്റ്റിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ആകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ടെൻഷൻ 2 ഉണ്ട്. ഓക്കെ, ആ ടെൻഷൻ 2 ആരാണ് അപ്ലൈ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പിങ്ക് പോയിന്റ് അല്ലാത്ത ബാക്കിയുള്ള സ്ട്രിങ്ങിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ, അവർ അപ്ലൈ ചെയ്യുന്ന ടെൻഷനാണ്. അപ്പോൾ അവിടെയും നമുക്ക് പറയാൻ പറ്റും F = T2 എന്ന് പറയാൻ പറ്റും. F = T2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്ക് രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലുള്ള ടെൻഷൻസ് സെയിം ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഈ പോയിൻ്റായാലും ഈവൻ തോ ദിസ് സ്ട്രിങ് ഹാസ് മാസ്. നേരത്തെ നമ്മൾ മാസിലൊരു സ്ട്രിങ്ങിൽ ഡിഫറെൻറ്റ് ടെൻഷൻ കാണുന്ന പോലെ തന്നെ, പക്ഷേ ഇവിടെ ആണെങ്കിലോ രണ്ട് പോയിന്റിലും ഒരേ ഇത് തന്നെയാണുള്ളത്, ടെൻഷൻ തന്നെയാണുള്ളത്. അതെന്ന് പറഞ്ഞാൽ F തന്നെയാണ് വരുന്നത്. ഈ പോയിന്റിൽ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലോ, ഈ പോയിന്റിൽ ഇങ്ങോട്ടേക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, ലെഫ്റ്റോട്ടേക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. ആ രണ്ട് ടെൻഷനും സെയിം ആണ്. ബിക്കോസ് ഈ പോയിന്റും അനങ്ങുന്നില്ല സ്വാഭാവികമായിട്ടും അല്ലേ? അങ്ങനെ ആവുന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഈ ടെൻഷൻ എടുത്താൽ വന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആ ടെൻഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഒരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്ത്, ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത്, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും വരാൻ ഇവിടെ. ഇപ്പോൾ ഇവിടെ ടെൻഷൻ റൈറ്റിലുണ്ട്, ലെഫ്റ്റിലുണ്ട്. ആ ടെൻഷനും ഈക്വലിബ്രിയം ആണ്. സോ ടെൻഷൻ
T is equal to tension T. That means എല്ലാ പോയിന്റിലും സെയിം ടെൻഷൻസ് ആണ് എന്ന് പറയാൻ പറ്റും, ഈവൺ തോ ദി സ്ട്രിങ് ഹാസ് മാസ്. അതുകൊണ്ട് സ്ട്രിങ്ങിന് മാസ് ഉണ്ടെങ്കിൽ അയാളുടെ ടെൻഷൻ എപ്പോഴും ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ സ്ട്രിങ്ങിന് മാസ് ഇല്ലെങ്കിൽ അയാളുടെ ടെൻഷൻ എപ്പോഴും സെയിം ആണെന്നും പറയാൻ പറ്റില്ല. എങ്ങനെ വേണേൽ ആവാം എന്നുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ എല്ലാ പോയിന്റിലും എഫ് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ.